ബിജിമോൾ നമ്മൾ ഇവിടെ എത്തിയോ? ബിജിമുത്തേ എവിടെ നിന്നെ കാണാനടി മുത്തേ? നിങ്ങളൊക്കെ ആരായിട്ടാ? വരുമോ? ഞാൻ പുറത്തേക്കൊന്നുമില്ല. നീടാ ഹായ് ജിംബ്രൂട്ടാൻ ഹായ്. ഞാനൊന്നുമില്ല, ഞാൻ 2 പെക്കടിക്കാൻ വേണ്ടി ഇരിക്കും. മുത്തേ അഞ്ചേ കഥ ചേച്ചി സന്ദീപേ എന്താ വിശേഷം? സുഖല്ലേ നിനക്ക്? റിയാസേ ഞാനുമില്ല, ഹോട്ടൽ റൂമിലേക്കൊന്നും. നോ, എന്തിനാ ഹോട്ടൽ റൂമിലേക്കൊക്കെ? ഞാനതിലൊരു വർക്കിന് ചേച്ചിനെ കൊണ്ടുപോയതാടാ. വേറൊരു പെണ്ണിനെ കൊണ്ടുപോയതാ വർക്കിന്, എൻ്റെ ഒരു കസ്റ്റമർ എടുത്ത്. അപ്പം അവൻ്റെ കൂടെ ഞാൻ അടിച്ചെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോയതല്ല കേട്ടോ. ആശുപ ചേച്ചി സ്ലിം ആയല്ലോ. അല്ല എൻ്റെ കഷം വലുതായി. വരൂ. ഹലോ ഹായ്. ഹലോ ഹർ യു ക്യൂട്ട്. ബിജിമോള് ഫുഡ് കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ രാവിലെ മേടിച്ച ഇടിയപ്പം വാങ്ങിയത് വിശക്കുമ്പോൾ പിന്നെ കഴിച്ചോ. ഇടിയപ്പം ഒരു ഫുഡ്. അവൻ റൂം എടുത്തത് അറിയാം. നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇന്നലെ ചാപ്റ്ററോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇതാ നല്ലത് ചേച്ചി മെലിഞ്ഞത്. ഇനി ഇത് കൂടുതൽ മെലിയണ്ട അപ്പ. ഇനി ഇത് കൂടുതൽ മെലിയ കൊള്ളില്ല. നേരത്തെ പറഞ്ഞ് ഫുള്ളാക്കിയില്ലല്ലോ. ഞാൻ ഇടണം അടിക്കട്ടെ. കുറച്ചിരിപ്പുണ്ട്, ഇച്ചിരി ഉള്ളു. മൂടെ അവിടെ ഉണ്ട്. ഇന്നൊരു കസ്റ്റമർ കിട്ടി. ഓ ആ കസ്റ്റമർ, എനിക്കിപ്പോൾ ഒരു കസ്റ്റമർ വന്നു. മോളെ അശുഭ ചേച്ചി ഇൻസ്റ്റയെന്ന്. പക്ഷെ അതെന്ത് വേദനയാ, ഒരു പിടുത്തം ഇല്ല. വലിഞ്ഞു പോയി എൻ്റെ. അവനാണെങ്കിൽ ഇത് മാത്രം മതി. ഇത് കൊടുത്തല്ലേ പറ്റൂ. അമ്മൂ ചേച്ചി ഭയങ്കര വേദന എനിക്ക്. ഇത് 2 മാത്രമാണ് അഭ്യാസം, വേറെ ഒന്നും വേണ്ട. ഇത് 2 പിടിച്ച് തൂങ്ങണം. എനിക്ക് ഞാനാണെങ്കിൽ ചേട്ടാ പതുക്കെ ആ മോളെ ഇത് 2 മാത്രം പിടിച്ച് തിരിക്കുക. അയ്യോ വേദനിക്കല്ല എനിക്കാണെങ്കിൽ എനിക്ക് സ്വഭാവമുണ്ട്. എനിക്കിതുമ്പോൾ 2 ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇതാക്കി എനിക്ക് ഇറിറ്റേഷനാണ്. സുഖം കിട്ടില്ല, സുഖം വരില്ല. എനിക്ക് ഒട്ടും സുഖമുണ്ടോ? എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ ഇങ്ങനെ തട്ടി മാറ്റിപ്പോയായിരുന്നു. അത് ഓക്കെ, ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഓക്കെ. പല്ല് തട്ടാതെ അതൊക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ചേട്ടാ പല്ല് തട്ടല്ലേ, ഞങ്ങൾ അയ്യോ ചേച്ചി ഞാൻ കടിച്ചില്ല, എനിക്ക് പേടിയാ ചേച്ചി, കടിച്ചില്ല. എടാ പതിക്കേടാ, വേണ്ട പോ എന്ന് പറയും. നമുക്ക് ഇനി കെട്ടിയിടാം. എൻ്റെ പൊന്നുമോളെ എനിക്ക് ഭയങ്കര ദേഷ്യ. സൺഡേ കാണാലോ, നോക്കട്ടെ എന്ത് ഗണർക്കാണ്. ഭയങ്കര അശുഭ ചേച്ചിക്ക് എങ്ങനെ? അശുഭ ചേച്ചി അതിങ്ങനെ പിടിച്ച് തിരിക്കണത് ഭയങ്കര വേദനയാണോ സുഖം കിട്ടുമോ? എനിക്ക് ഭയങ്കര ചേച്ചി ഇസ്രു CMS ചേച്ചിക്ക് ഭയങ്കര പെയിൻ മുത്ത്. ഇസ്രുവിന് എങ്ങനെയാ അത് പിടിച്ചിങ്ങനെ തിരിക്കുമ്പോൾ വേദനയാണോ കിട്ടുക, സുഖമാണോ കിട്ടുമോ? എങ്ങനെയാ, സുഖമാണോ വേദനയാണോ? പൂച്ചണ്ട് വിജയ ചേച്ചിക്ക് പുറച്ചുണ്ട്. എന്താണ് ഇത്, വാച്ചിൻ്റെ ചാവിയോ? എന്താ ശരിക്കും പറ, ഇസ്രു പറ. വേദനയാണോ കിട്ടുക, അത് സുഖമാണോ കിട്ടുക? സുഖമല്ലേ? എനിക്ക് വേദനയാ, ഞാൻ സമ്മതിക്കില്ല. പക്ഷെ ഇന്ന് ഒരുത്തം വന്നിട്ട് അവന് മസാജും വേണ്ട, ഒരു കൂറും വേണ്ട, ഒരു മയിലും വേണ്ട, അവന് കയ്യിലും കളഞ്ഞു കൊടുക്കണ്ട. എന്നെ ഒന്ന് ഇങ്ങനെ പിടിച്ചാൽ മാത്രം മതി. പിടിക്കാൻ നല്ല സുഖം. എനിക്ക് പിടിക്കാൻ ഇഷ്ടമല്ലടാ. എനിക്ക് പിടിക്കുമ്പോൾ ഞാൻ കൈമാറ്റും. എനിക്ക് വേറെ ഇഷ്ടം ഈ 2 ചെയ്യുന്നത്. എനിക്ക് പിടിക്കണതും ഇങ്ങനെ പിടിച്ച് തിരിക്കണതൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ പിടിച്ച് തിരിക്കണ സമയം വേറെ എനിക്ക് എല്ലാ ടൈമും ഇഷ്ടമല്ല. അത് ഞാൻ പറയാൻ വന്ന അങ്ങനെയാ. എൻ്റെ അശുഭ ചേച്ചി പറയട്ടെ, ഞാൻ പറയാം. അത് അശുഭ ചേച്ചി പറയാൻ കറക്റ്റ്. ഞാനിപ്പോൾ അത് പറയാൻ വന്നത്, എനിക്ക് എപ്പോഴും ഇങ്ങനെ പിടിച്ച് തിരിക്കണത് ഇഷ്ടമാണ്. അത് പിടിക്കേണ്ട സമയത്ത് തിരിക്കണം, എന്നാലും എനിക്ക് മൂടും. അല്ലാത്തപ്പോൾ ഇങ്ങനെ പിടിച്ച് എനിക്ക് ഇറിറ്റേഷനാണ്.
നമുക്ക് വേറെ സമയത്ത് ഇവിടെ ഇതുമ്പോൾ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ല സുഖമാണ്. അപ്പം ഞാൻ ഒന്നുകൂടി മുറുക്കം പിച്ച് എന്ന് പറയും. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യുമ്പോൾ പിടിച്ച് തിരിക്കണം. അല്ലാണ്ട് ഓടി വന്നിട്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചാൽ എനിക്കത് മൂടാവത്തില്ല. നമുക്ക് വേറെ സംഭവം മൂടാവുമല്ലോ. ആ മൂഡ് സമയത്ത് ഇങ്ങനെ പിടിച്ച് തിരിക്കേ കടിക്കേ പിച്ചേ എന്ത് ചെയ്താലും ആ സമയത്ത് എനിക്ക് ഭയങ്കര മൂടാവും. എനിക്ക് ആ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ പിടിച്ച് തിരിക്കണം. ചേച്ചിക്ക് അങ്ങനെയല്ല, എനിക്ക് സെയിമാണ്, എനിക്കും സെയിമാണ്. അപ്പം ഞാൻ പിടിച്ച് നുള്ളിക്കളം പറയും. അതെന്താ ഒക്കെ ഇട്ട് ഇന്ന് വീട് സൂടും. അല്ലടാ സത്യം, ഇങ്ങനെ പിടിച്ച് തിരിക്കണം. അല്ലാണ്ട് ചുമ്മാ ഒരു പെണ്ണിനൊക്കെ എടുത്തിട്ട് അവിടെ മുലക്കണ്ണിൽ പിടിച്ച് തിരിച്ചിട്ട് പീച്ചിടും ഒരു കാര്യമില്ല. അവർക്ക് ഭയങ്കര ദേഷ്യം. അത് ചെയ്യേണ്ട സംഭവം ചെയ്തിട്ട് പതുക്കെ താഴേന്ന് മേളോടൊക്കെ ചെയ്ത് ഫുള്ളൊക്കെ കഴിയുമ്പോൾ അത് അപ്പം ആ ടൈം നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. പെണ്ണുങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരും. നല്ല കൊടുമുടി നല്ല വികാരത്തിൽ ഇങ്ങനെ തല പെരുകി നിൽക്കുമ്പോൾ പിടിച്ച് തിരിക്കുക. ചിലപ്പോൾ നമ്മളെ പിടിച്ച് തിരിക്കും. അല്ലേച്ചി ചിലപ്പോൾ നമ്മുടെ കൈ കൊണ്ട് ചിലപ്പോൾ നമ്മൾ പിടിച്ചിരിക്കും. നമുക്ക് ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. സത്യമല്ല അശ്വ ചേച്ചി, സത്യം പറ. എനിക്ക് കൈ ഇവിടെ കൊണ്ടുവന്നേ പറ്റും. പൊന്നാര റിയാസ് ബൈ, പൊന്നാര വിജി, ഫ്രീഡം. എന്താ ഫ്രീഡം? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഇല്ല, അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യണം. സത്യാണ്. ഉറുപ്പ് അന്ന് ഉറുപ്പ് ഇപ്പൊ മൈലേ നണ്ടി ഇതൊക്കെ വേറെ പണിയില്ലേ റിയാസെ? ഞാൻ ആർക്കും കൊടുത്തു. പിന്നെയല്ലേ നിനക്ക് തരാൻ പോണെ. എന്തൊക്കെയാ എന്തെല്ലാം ആഗ്രഹങ്ങളാ റിയാസ് ബാബിക്ക്. ഇതൊരില്ലാത്തൊരു പൂതി. ഇപ്പൊ തരാങ്ങ് വാങ്ങിട്. ചേച്ചി ഇതുവരെയൊക്കെ ഇല്ലാത്ത പൂതിയാണല്ലോ ആശാന്. ശരിക്കല്ലേ? ഇതുവരെയായിട്ടില്ലാത്ത പൂതിയാണല്ലോ അവന്. ഞെരണ്ടണോന്ന്. വേഗം വാങ്ങിട്ട് ഇപ്പൊ തരാം. എന്നെ കുറിച്ച് തീർത്തോളൂ. ഇതുവരെയായിട്ടില്ലാത്തൊരാഗ്രഹമാണ് ഒരു കൊച്ചിന്. ഇവിടെ ബന്ധമില്ലാത്ത കാര്യം പറയുന്ന ഒരാള്, അത് റിയാസ് ദുബായി. പക്ഷെ ഇന്നലെ ഇസ്രോ പൊളിച്ചിട്ടോ. ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വണ്ടിയിൽ കയറിനോട് ചോദിക്കാം. വണ്ടി ഓടിക്കുന്നത് ഗോവിന്ദൻ കൂട്ടി ചോദിക്കാട്ടോ. എന്നോട് ആ ആള് ചോദിക്കുക. ചോദിച്ചു ഇന്നോട് രാവിലെ ഇച്ചിരി വിളിച്ചില്ല. വണ്ടിയിൽ എന്നോട് ചോദിക്കുക. വണ്ടിയോട് ഇന്നലത്തേത് വല്ല ഓർമ്മയുണ്ടോ? ഞാൻ ശരിക്കും ഒന്ന് പോരായിരുന്നു. ഇന്നത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് ഓർമ്മയുണ്ട്. നിന്റെ മുഖത്ത് നോക്ക്. ഇല്ല, ഞാൻ മുഖത്ത് നോക്കില്ല എന്ന് പറഞ്ഞു. ഇന്നത്തെ വരെ ഓർമ്മയുണ്ടോ എന്നോട് ചോദിച്ചാൽ എന്നെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ട് എന്ന് എനിക്ക് ഓർമ്മയുണ്ട്.